ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതൊരു പ്ലാൻ ചെയ്യാതെ പോയ ഒരു ട്രിപ്പാണ്. നമുക്ക് ആറ്റിങ്ങൽ വരെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ പോയപ്പോൾ ആറ്റിങ്ങലിനടുത്ത് കണ്ടിരിക്കേണ്ട കുറച്ച് മെയിൻ സ്ഥലങ്ങൾ നിങ്ങളെയും പരിചയപ്പെടുത്താമെന്ന് കരുതി. രാജധാനി കോളേജ്, കോയിക്കൽ കൊട്ടാരം, അഞ്ചുതെങ്ങ് ഫോർട്ട്, കാപ്പിൽ ബീച്ച്, കൂടാതെ അവിടേക്കെല്ലാം പോകുന്ന സ്ഥലങ്ങൾ, കണ്ട കാഴ്ചകൾ, അറിയേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയിൽ കാണാൻ കഴിയുമേ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 2 പാർട്ടിനുള്ള ടൈമായി പോയി. അതുകൊണ്ട് തന്നെ ഇതൊരു 2 പാർട്ട് വീഡിയോ ആയിരിക്കുമേ. എല്ലാം തന്നെ ഡീറ്റെയിൽ ആയി കാണിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മിനിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കോളേജും കൊട്ടാരവും ഫോർട്ടും ബീച്ചും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ അടുത്ത ട്രാവൽ ബ്ലോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ എങ്ങനെയാ, കൂടെ പോരുമല്ലേ? നമ്മളങ്ങനെ ഇപ്പോൾ ഉണ്ടല്ലോ കൊട്ടാരക്കര എത്തി. നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് പോകുന്നത്, കൊട്ടാരക്കരയിൽ നിന്ന് നമുക്ക് റൈറ്റ് കയറി കഴിഞ്ഞാൽ പോകുന്നത്, നമ്മൾ നേരെ പോകുന്നില്ല. കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒടുക്കത്തെ ട്രാഫിക്. നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു ചതയം ദിവസമാണ്, അതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് കണ്ടറിയാം, ഫ്രണ്ടിൽ ഭയങ്കര ട്രാഫിക്കാണ്. നേരെ എന്താ പറയുക, സ്ട്രെയിറ്റ് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ ആയിട്ട് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ്ലി നമ്മളങ്ങോട്ടാണ് ഇപ്പം നേരെ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് റൈറ്റ് കയറി നമ്മൾ പോകും കേട്ടോ. ഇപ്പോൾ ആദ്യം ഞങ്ങളിപ്പം നോക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് നമ്മളിവിടെ നോക്കുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ കയറി പോകുന്നത്. നമ്മളങ്ങനെ ആക്ച്വലി ഉണ്ടല്ലോ കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടത്തെത്തി. കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ ആറ്റിങ്ങൽ വരുന്നിടം വരെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ നോക്കി. ഒരു രക്ഷയില്ല, എവിടെയില്ല. ചതയ ദിവസം ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു, ഒന്നും കിട്ടാനില്ല. അവസാനം ഒരു ഹോട്ടലിൽ ഇപ്പം കയറി, രാജധാനിയോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, രാജകുമാരി എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മൾ കയറി. ഇവിടെ ഒന്നുമില്ല, കഴിക്കാനായിട്ടൊന്നുമില്ല. ലൈക്ക് ബിരിയാണി മാത്രമേ ഉള്ളൂ. ഷോവാണോ എന്ന് ചോദിച്ചാൽ ഷോവാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. കഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയാം. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കാണ്. ആക്ച്വലി റോഡ് മുഴുവനാണ്, എന്നാൽ ഒരു ഹോട്ടലോ കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് ഞാൻ പറയാമേ. ഇപ്പോൾ നമ്മൾ രാജകുമാരി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ല. റൈസൊന്നും വലിയ ഇതില്ലെങ്കിലും ചിക്കൻ വലിയ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു. വലിയ കാര്യമായിട്ടുള്ളതൊന്നും പറയാനില്ല. പാർക്കിംഗ് ഒക്കെ ഭയങ്കര ക്ഷോഭമാണ്. എനിക്കൊന്ന് ചതയ ദിവസം ആയതുകൊണ്ടായിരിക്കും റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. എന്നാൽ എന്താ പറയുക, കടകളോ ഹോട്ടൽസോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒറ്റ സാധനം പോലും തുറന്നിട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലോട്ടാണ്. അവിടെ നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്ത് തീർത്തതിന് ശേഷം നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത് നേരെ കോയിക്കൽ കൊട്ടാരത്തിലേക്കാണ്. നമ്മളങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ രാജധാനി കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കൊള്ളം കിടക്കും കാഴ്ചകൾ കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കോളേജിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്നതാണ്. കോളേജിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു 360 വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാനുള്ള നല്ല വ്യൂ ആണ് കേട്ടോ. വരുന്നതായിരിക്കും കുറേ സംഭവം. എന്തോ ഏതാടാ? അവിടെ എന്താ ഉള്ളേ? വെല്ല അല്ലല്ലോ അത്. അപ്പോൾ നമ്മളപ്പോൾ അടുത്ത് കോയിക്കൽ കൊട്ടാരത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് ഉടനെ കാണാം കേട്ടോ. നമ്മളങ്ങനെ പതുക്കെ രാജധാനി കോളേജിൽ നിന്ന് ഇറങ്ങുവാണേ. പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കണ്ട് കാഴ്ച തന്നെയാണ് സത്യം പറഞ്ഞാൽ. അയ്യോ, അടുത്ത തന്നെ നിൽപ്പണ്ടേ. കണ്ടില്ല, ഇത് രാജധാനിയുടെ ക്യാൻറ്റീന്. ഫോട്ടോ എൻ്റെ ഒരു ബന്ധം ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. കൊണ്ടാ വിമാനം നോക്കിക്കാടാ, അവിടെ വിമാനം കണ്ടോടാ, വലിയ വിമാനം കണ്ടോ? വിമാനം തോണ്ടോ, ഇവിടെടാ, തോണ്ട ഉണ്ടാപ്പി നേണ്ടടാ, കണ്ടോ? എയർപ്ലെയിൻ, ടെസ്ല, എന്തൊക്കെ എൻ്റെ ഇല്ലേ. അങ്ങനെ നമ്മൾ കോളേജിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. നമുക്കിനി നേരെ അപ്പം കൊട്ടാരത്തിലേക്ക് പോകാമേ. ഞാൻ മാപ്പിലായിട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ റൂട്ട് കാണിക്കാമേ. അങ്ങനെ നമ്മൾ പാലസ് റോഡിൻ്റെ അവിടോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമാണ് കാണിക്കുന്നത്. ഇവിടെ അടുത്താണ് കേട്ടോ പാലസ് റോഡ് വരുന്നത്. ഇവിടെ നമുക്ക് ഇടത്തോട്ടാണ് പാലസ് കാണിക്കുന്നത്. ഇടത്ത് കയറി അതാന്ന് തോന്നുന്നു കേട്ടോ. അമ്പലമാണ്. നമ്മളിപ്പോൾ നമ്മുടെ കൊട്ടാരം റോഡിലോട്ടാണ് ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോയിക്കൽ കൊട്ടാരം നമുക്ക് തന്നെ നമ്മുടെ തൊട്ട് മുമ്പ് കാണാൻ പറ്റും. അതാണ് കോയിക്കൽ കൊട്ടാരം കവാടം കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ടോ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ നോക്കിയിട്ട് ഇപ്പം തന്നെ പറയാം കേട്ടോ. ഓക്കെ, ഇവിടെ ഒക്കെ ആരുടാൻ തോന്നുന്നു.
അങ്ങനെ നമ്മൾ കൊട്ടാരത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. കൊട്ടാരത്തിന് മുന്നിലെത്തി. ഇതിപ്പം ഇവിടെ കാണിക്കുന്ന കോഴിക്കോട് ക്ഷേത്ര കലാപീഠം ഇതാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് കൊട്ടാരത്തിൻ്റെ കവാടം. ഇവിടെ നിന്ന് നമ്മൾ ഇതെങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആക്ച്വലി ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഒന്നും അറിയത്തില്ല. ഞാൻ അതൊന്നും തിരക്കണം സത്യം പറഞ്ഞാൽ കേട്ടോ. നമ്മളിപ്പം കൊട്ടാരത്തിനകത്തേക്ക് കയറുവാണേ. എന്തായാലും കയറി പോവാണ്. ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ അല്ലെങ്കിൽ കാര്യങ്ങൾ അതൊന്നും കാണുന്നില്ല. ഇനിയിപ്പം ഫ്രീ എൻട്രി ആണോ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. വേല് കൊണ്ടപ്പി അമ്മയുടെ കൊടയിൽ കയറിക്കേ. കോഴിക്കൽ പാലസ് അഥവാ ആറ്റിങ്ങൽ പാലസ് ആറ്റിങ്ങലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ ഉമയമ്മ റാണിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് കോഴിക്കൽ കൊട്ടാരം. 1721 ബ്രിട്ടീഷ് വ്യാപാരികളുടെ ദുഷ്പ്രവർത്തികൾക്കെതിരെ ആറ്റിങ്ങൽ കലാപം നടന്ന സ്ഥലമായിരുന്നു ഈ കൊട്ടാരം. രാജ്ഞിക്ക് സമ്മാനം നൽകാൻ പോയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ആക്രമിച്ചതിനു ശേഷം അടുത്തുള്ള അഞ്ചുതെങ്ങ് കോട്ടയും പിടിച്ചെടുത്തു. 6 മാസത്തിനു ശേഷം ബ്രിട്ടീഷുകാർ കോട്ട തിരിച്ചു പിടിച്ചു. പക്ഷേ ആറ്റിങ്ങൽ രാജ്ഞിയുമായി ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഇന്ന് കൊട്ടാരത്തിൽ ഒരു ഫോൾസ് മ്യൂസിയവും നാണയശാസ്ത്ര മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നു. ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം എവിടെ? നോക്കാം. ഒരറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. എന്താ നോക്കി. അപ്പോൾ അത് തന്നെ കറക്റ്റ് ഗൈസ്, നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിക്കുന്നത്. ഇത് മഹാവിഷ്ണു അമ്പലമാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ. നമുക്ക് താഴെ പാർക്ക് ചെയ്തിട്ടിട്ട് അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കയറി നടക്കാണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഇപ്പം ഒരാളോട് ചോദിച്ചേട്ടോ കൊട്ടാരം ഇതാണ് അങ്ങനെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അവർ പറയുന്നത് വീഡിയോയ്ക്ക് നമുക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നുള്ളതാണ്. ബാക്കി ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. വീഡിയോ എടുക്കുന്നതിന് നമുക്കൊരു ഗൂഗിൾ പേ ചാർജ് ഉണ്ട് കേട്ടോ, അത്രേ ഉള്ളേ. നല്ല രസമുണ്ട് കേട്ടോ, ഇവർ നടക്കുമ്പോൾ ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ പറഞ്ഞിട്ട് അത്യാവശ്യം ചുറ്റും നല്ല കാടും കാര്യങ്ങളും ആ ഒരു വൈബാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക, കറക്റ്റ് ഒരു പ്രോപ്പർ വഴിയൊന്നുമില്ല. സ്ഥിരം മലയാളികളുടെ പരിപാടി ഇവിടെയുണ്ട്. മതിലെഴുത്ത് കാര്യങ്ങൾ ടിപ്പിക്കൽ സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു പ്രോപ്പർ വേ, അതായത് എവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. പതുക്കട എടാ കൊണ്ടപ്പി ആന ഇതുകൊണ്ടേ വേണ്ടേ ഇത് തന്നെ കേട്ടോ. ഇപ്പം എനിക്ക് ഉറപ്പായി ആന. നോക്കാം ആനയെ കാണാൻ പറ്റും നോക്കാമേ. ഹായ്, ഇവിടെ ആന നിൽപ്പുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഭാഗമാണോ എന്താണോ നമുക്കറിയില്ല. എന്താ ആന എന്ത് ചെയ്യാടാ? ഇതുകൊണ്ട് ആന ഇവിടെ ആനയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അമ്പലത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിവിടെ ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ആനയൊക്കെ നിൽപ്പുണ്ട്. ഇത് അമ്പലമല്ലേ? ഇത് അമ്പലമാണ് കേട്ടോ. നല്ലൊരാല്, ഒരരയാലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ആല്, അവിടെ ഒരു ഊഞ്ഞാല് സെറ്റപ്പൊക്കെ കൊള്ളാം. പക്ഷെ ഇതുവരെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഇവിടെ ആന മതപ്പാടിലാണ്. ആനത്തറയിൽ പ്രവേശനം പാടില്ല. ഇവിടെ വരുന്നവരെ ശ്രദ്ധിക്കുക. ഇത് പിന്നെ ഇതിപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല കൊട്ടാരം എവിടെയാണ് എന്നുള്ളത്. ഞാനതൊന്ന് തിരക്കിയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇതിപ്പം കൊട്ടാരത്തിൻ്റെ ഭാഗം തന്നെയാണല്ലേ? അല്ല, ദേവസ്വം ബോർഡിൻ്റെയാണ്. ഇതിപ്പം നമുക്ക് ഏത് അമ്പലമായിരുന്നു ഇത്? അപ്പോൾ നമുക്കിപ്പം ഈ ആനയെ നമുക്ക് കയറാൻ പറ്റത്തില്ല, അവിടെ മലപ്പാടെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, നമുക്കപ്പോൾ ഈ കാണുന്നതാണോ കൊട്ടാരം യഥാർത്ഥത്തിൽ? ഓഹോ, നമുക്ക് ഇതിനകത്ത് എല്ലാം കയറാനൊക്കെ പറ്റുമോ ഇപ്പോൾ? അതോ ഉണ്ടല്ലേ? നമുക്ക് ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടിക്കറ്റ് എടുക്കാൻ പൈസ? ഇവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണതിന് ഇവിടെ ചാർജ് ഉണ്ട്. അതെവിടെയാണ് കൊടുക്കേണ്ടത്? എവിടെ ആയിരുന്നു? ദേവസ്വം ഓഫീസാണ്. ഓ, ഓക്കെ. ഇതിപ്പം ലോക്കാണോ? മൊബൈലിലൊന്നും വീഡിയോ കല്യാണ ഓക്കെ മനസ്സിലായി. ഫോട്ടോ ഒക്കെ എടുക്കണതിന് പൈസ ഉണ്ടല്ലോ. ഓ ഏട്ടാ, താങ്ക് യു എത്രയും പറഞ്ഞാൽ. അതെല്ലാം പലരും മേടിച്ച് അതെല്ലാം ഇടിച്ച് വെളിയിൽ കൊടുത്തിട്ടല്ലേ?
ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമോ ഈ ഒരു കാണുന്ന കോമ്പൗണ്ടിനകത്ത്? കോമ്പൗണ്ടിനകത്ത് അപ്പുറത്തൊക്കെ അടച്ചിട്ടുണ്ട്. ഓ ഓടിട്ടൊക്കെ ആ ഹാ ഹാ. അതൊക്കെ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് 2 ക്ഷേത്രമുണ്ട്. ആ ഹനുമാൻ ക്ഷേത്രവും വിഷ്ണു ക്ഷേത്രം. ഓ ഓക്കെ. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു നാട്ടുകാരൻ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ചേട്ടനോട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ ഇപ്പം കല്യാണ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഗൂഗിൾ പേയിൽ നോക്കട്ടെ. ഇതൊരു ഇപ്പം തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യണം. ഇത് നമുക്ക് അമ്പലമാണ് കേട്ടോ. അപ്പം ഇതിനപ്പുറത്ത് തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രവും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് കാണുന്നത് എൻ്റെ സത്യം പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു, അല്ലാതെ ഒരു പ്രോപ്പർ. ഇപ്പോൾ അത് പല ആൾക്കാർ മേടിച്ച് അത് ഇടിച്ച് കളഞ്ഞു അങ്ങനത്തെയൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ എല്ലാം നമുക്കൊരു ആലും കാര്യങ്ങളും എല്ലാം കാണാൻ കേട്ടോ. ഇപ്പം പുള്ളി പറഞ്ഞ് നമുക്ക് ഇതിനകത്തെല്ലാം കയറാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇത് ഇതും കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാ പൊന്നാനെ. ആനയല്ലടാ, ആല്. എന്തുകൊണ്ടാ ഇത് ഇതെവിടെ കൊണ്ടാ ഇരിക്കുന്നേ? ഏടാ എവിടെ ഇരിക്കുന്നേ? ആല്. ഇതും കാണാൻ നല്ലൊരു അമ്പലമാണ് കേട്ടോ. ഇതും കൊട്ടാരത്തിനകത്ത് വരുന്ന ഒരു അമ്പലമാണ്. നല്ല പിന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് എന്താ അതിനിപ്പം നമുക്ക് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ അത്യാവശ്യം ഓടിക്കളിക്കാനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വന്നു ചെന്നത് ടിക്കറ്റ് ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആറ്റിങ്ങിൽ വരുന്ന ഒരാൾക്ക് കുറച്ച് നേരം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കണ്ട് ഇരിക്കാൻ പറ്റുന്നൊരു കൊട്ടാരം തന്നെയാണിത് കേട്ടോ. അപ്പം ഇതും ഇതിനകത്തേക്ക് കയറുവാണ്. ഇതും എല്ലാം നമുക്ക് കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്നു. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞിട്ട് നമ്മൾ ചില കൊട്ടാരത്തിങ്ങളിൽ പോകത്തില്ലേ, അന്നേരം നമുക്ക് കാണുമ്പോൾ ഒരൊറ്റ വലിയ ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പല പല കെട്ടിടങ്ങൾ ഉള്ളതാണ്. ഇത് വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ. ഇത്ര ഏക്കർ സംഭവം കാണും. അതിനകത്ത് കാണുന്ന ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഇത് പണ്ടത്തെ ഗേറ്റ് കാണാം കേട്ടോ. ഇവിടുന്ന് കയറി നമുക്കിതൊരു കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കാണാൻ കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്, ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. നമുക്ക് തിരിച്ചുണ്ട് ഇത്രേ ഉള്ളൂ. ഇതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം ഇടയ്ക്കാണ്ട് പെയിൻ്റ് അടിച്ച പോലെ ഒക്കെ തോന്നുന്നുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ പറങ്ങാവൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല കാറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞല്ലോ അമ്പലവും ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല കാറ്റ്, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം തന്നെയാണിത്. ഒരിക്കലും എനിക്ക് തോന്നുന്നു വന്നു കഴിഞ്ഞാൽ നഷ്ടമുണ്ടാവും എന്നുള്ളൊരിത് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ ആ ഒരു ചെറിയ ഭാഗമൊക്കെ കണ്ടു കേട്ടോ. ആ ഭാഗമൊക്കെ കണ്ടിട്ട് നമ്മളിപ്പം തിരിച്ച് നമ്മൾ വണ്ടി ഇട്ടിടത്തോട്ട് പോവാണ്. അപ്പോൾ മുമ്പ് നമ്മളൊരു ആനയെ കണ്ടില്ലേ, ആ ആന നിൽക്കുന്നതിൻ്റെ അപ്പുറത്തും ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ അറിയാൻ കഴിഞ്ഞ് മതമൊക്കെ കഴിഞ്ഞു എന്നാണ്. എങ്കിൽ പോലും റിസ്ക് എടുക്കണ്ട കേട്ടോ. അകത്തോട്ട് കയറാൻ നിൽക്കേണ്ട, കാരണം അവിടെ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങളാണെങ്കിൽ കോമ്പൗണ്ടിന് വെളിയിൽ മാത്തപ്പനെ ആനയെ കാണിക്കാൻ വന്നു കേട്ടോ. മാത്തപ്പൻ ഭയങ്കര ആനപ്രേമിയാണ്. അതുകൊണ്ട് ആനയെ കാണിക്കാൻ കൊണ്ട് കൊണ്ടുവന്നതാണ്. എന്തുകൊണ്ടപ്പോൾ ഇത് ആനയ്ക്ക് ഓല ഒരുക്കുക കണ്ടോ. അയ്യോ, നമ്മളിപ്പോൾ ഇവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ. അമ്പലത്തിൻ്റെ പരിസരവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് കാണിച്ചിട്ട് ആ കൊട്ടാരമൊന്നും പറയാൻ പറ്റത്തില്ല, പുതിയൊരു കെട്ടിടം അത്രേ ഉള്ളൂ. അതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ കാറ്റടുത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ഈ കയറുന്നതുണ്ടോ ഇതും ഇതും നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഇടത്തെ സൈഡിൽ കാണുന്നതെല്ലാം കൊട്ടാരം തന്നെയാണ്. നമുക്ക് ആന കെട്ടിയിട്ടിട്ടില്ലേ ദൈവനെ, കെട്ടിയിട്ടിടത്തെല്ലാം ഈ കാണുന്ന എല്ലാം കൊട്ടാരത്തിൻ്റെ ഒരു കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. അതായത് ഈ കാണുന്ന എല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞതായത് കണ്ടല്ലേ, നമുക്ക് കഥവും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അറിയാം. എല്ലാം പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്, കാട് കയറിയിട്ടുണ്ട്. ഇതാണ് കൊട്ടാരം. പക്ഷേ ഇതിനകത്തോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റില്ല, പൂട്ടിയിട്ടേക്കാണ്. പിന്നെ ഓഫ്കോഴ്സ് ടിപ്പിക്കൽ മലയാളികളുടെ സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതിലെ പേരെഴുത്ത് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ അരങ്ങേറുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ മുമ്പേ ചേട്ടൻ നമ്മുടെ അടുത്ത് നാട്ടുകാരൻ ചേട്ടൻ പറഞ്ഞിട്ട് തന്നെ ഈ കാണുന്ന എല്ലാം കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട്, അതായത് ആൾക്കാർ മേടിച്ച് അവരവരുടെ സ്ഥാപനങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്തിപ്പിട്ടേക്കാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മുടെ കൊട്ടാരത്തിൻ്റെ മതിലിൻ്റെ അകത്തേക്ക്, ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ല. ഇപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അനുവാദം ഇല്ലാതെ കയറുന്നത് മോശമായതുകൊണ്ട് തന്നെ നമ്മളത് കയറുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്നത് മുഴുവൻ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്.
പക്ഷേ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇതെല്ലാം പ്രൈവറ്റ് ആൾക്കാർ മേടിച്ച് അവരുടെ ഓരോ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ളവർക്ക് നമുക്ക് അനുവാദം കൂടാതെ പ്രവേശിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് കാണുന്നത് ഇത് കാണുന്നത് ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ് കേട്ടോ. ഇത് നമുക്കൊരു കോമ്പൗണ്ടാണ്, നമുക്കൊരു ഡോറുണ്ട്, അതിനകത്തോടെ നമുക്ക് ഇതുവരെയല്ല, പക്ഷേ നമുക്ക് റോഡിന് അപ്പുറത്തോടാണ് കേട്ടോ കയറുന്നത്. നമുക്കിപ്പോൾ സമയമില്ല, നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പം കോഴിക്കൽ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പം വന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം കോഴിക്കൽ കൊട്ടാരത്തിലുള്ള കാഴ്ചകളും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ദിവസം വന്ന് എന്താ പറയുക, ഫുൾ ദിവസം ഒന്ന് എൻജോയ് ചെയ്യാനുള്ള പരിപാടിയോ അല്ലെങ്കിൽ കാഴ്ചകൾ കാണാനോ, അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാലോ ബാക്കിയുള്ള കൊട്ടാരങ്ങൾ പോലുള്ള കുറേ കാഴ്ചകൾ, ഭയങ്കര വലിയ പാലസുകൾ, ഇതൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ വരിക, കുറച്ച് നടന്ന് കാണുക, ഇവിടെ കൊട്ടാരത്തിൽ കുറച്ച് കോമ്പൗണ്ടും കാര്യങ്ങളും ചുറ്റി കാണുക, തിരിച്ചു പോവുക, ഇത് മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമ്മളിവിടെ വന്നു ഏകദേശം ഒരു 15 മിനിറ്റോളം 15 to 30 മിനിറ്റോളം നമ്മളിവിടെ നിന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ ഉദ്ദേശിക്കുന്നത് നേരെ അടുത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ഇനിയിപ്പം ഈ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടൊരു പ്ലാനിങ്ങും ഇല്ലാതെ വന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അടുത്തത് നമ്മുടെ മുന്നിൽ 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്നൊരു ഫോർട്ടും ഉണ്ട്, അതുപോലെ ഒരു ലേക്കും ഉണ്ട്. അപ്പം ഫോർട്ട് എന്ന് പറഞ്ഞാൽ അഞ്ചുതെങ്ങ് ഫോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എത്ര ദൂരമുണ്ട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും കേട്ടോ. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ അവിടെ എങ്ങനെയാണ്, ഓപ്പൺ ആണോ കാര്യങ്ങളാണോ ഒന്നും അറിയില്ല, അത് എല്ലാം ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് അഞ്ചുതെങ്ങ് ഫോർട്ടാണ് കേട്ടോ. അപ്പോൾ താമസിക്കാതെ തന്നെ അഞ്ചുതെങ്ങ് ഫോർട്ടും കാപ്പിൽ ബീച്ചിൻ്റെ കാഴ്ചകളുമായി പാർട്ട് 2 വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്, കൂടെ പോരുമല്ലേ?